ഹവേബ്സ് വെൽക്കം ബാക്ക്. കിൻപോഷന്റെ 11ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ വേഗാസിനെയും പീറ്റിനെയാണ് കാണുന്നത്. വേഗാസ് പീറ്റിനെ ഭയങ്കരമായിട്ടിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടല്ലോ. അത് സഹിക്കാൻ പറ്റാണ്ട് എന്നെ അങ്ങ് കൊന്നേക്കെന്ന് പീറ്റ് പറയുന്നുണ്ട്. അതെങ്ങനെയാ നിന്നെ അത്ര പെട്ടെന്ന് അങ്ങ് കൊല്ല? അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാന്, പക്ഷെ ഇപ്പം അതങ്ങ് മാറ്റിയെന്ന് വേഗാസ്. ഇതും പറഞ്ഞ് പീറ്റിന്റെ ദേഹത്ത് കൈ വെക്കുന്നുണ്ട്. പാൻറ് കുറച്ച് മാറ്റി നോക്കുമ്പം അവിടെ ഒരു ടാറ്റു ഉണ്ട്. സത്യസന്ധതയായിട്ട് ബന്ധപ്പെട്ടതാണ്. നീ സത്യസന്ധതയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ ഒരു കാര്യമില്ലെന്ന് നീ എപ്പോൾ മനസ്സിലാക്കുക എന്തോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും പ്രൈവറ്റ് പാർട്ട് തമ്മിൽ ഭയങ്കരമായിട്ട് ഉരസി വിടുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വേഗാസിന്റെ അച്ഛൻ വരുന്നത്. അച്ഛൻ ഒച്ചയെടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ കണക്ക് തന്നെയല്ലേ ഞാൻ ചെയ്തത്, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേന്ന് വേഗാസ് ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് പോഷനെ നോക്കാനല്ലേ ഞാൻ പറഞ്ഞത്, വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അച്ഛനെ ഒച്ചയെടുക്കുന്നുണ്ട്. വേഗാസിനെ പിടിച്ച് തള്ളി വിടുന്നുണ്ട്. ഇപ്പൊ മെയിൻ ഫാമിലി ഇവനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടത് കൊണ്ട് തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം സേഫ് ഹൗസിലേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേഗാസിന്റെ അച്ഛൻ പറയുന്നത്. കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങേരും ഭയങ്കര കലിപ്പിലാണുള്ളത്. പീറ്റിനെ ഒന്ന് നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയേക്കെന്ന് പറഞ്ഞ് ഒരു തോക്കും കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. വേഗാസ് ആ തോക്ക് എടുത്തിട്ട് ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ്റെ അടുത്തുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ കലിയൊക്കെ തീർക്കുന്നത് അവിടെയുള്ള സാധനങ്ങളുടെ അടുത്താണ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് പീറ്റിന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. പീറ്റാണെങ്കിൽ ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നിന്ന് നരകിക്കുന്നതിനെക്കാട്ടും ഭേദം മരിക്കുന്നതാണല്ലോ. പക്ഷേ നീ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ ഞാനിപ്പോ ഒന്നും കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വേഗാസ്. നീ വീട്ടിലൊക്കെ പോയിട്ട് ഒരുപാടായില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് ഞാനൊരു വെക്കേഷൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. അതത്ര പന്തിയായിട്ട് പീറ്റിന് തോന്നുന്നില്ല. ഇവിടെ നമ്മുടെ കിന്നും പോഷയും കിടക്കുന്ന സമയത്താണ് കിന്നിന് മെസ്സേജ് വരുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇപ്പൊ സെറ്റിൽ ആയ സ്ഥിതിക്ക് ഞാനൊന്ന് മുത്തശ്ശിനെ കണ്ടിട്ട് വരാം, മുത്തശ്ശിനെ കുറിച്ച് ഭയങ്കര വറീഡാണെന്നും പറഞ്ഞു. നേരിട്ട് വന്ന് സംസാരിക്കാത്തതിന് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ കിന്നിന് അത്രയ്ക്ക് അങ്ങ് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നില്ല. സത്യം പറഞ്ഞാൽ അവൻ പീറ്റിന്റെ കാര്യം മറന്നു തന്നെ പോയായിരുന്നു. അത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്യില്ലേന്ന് ഒരു സംശയത്തോടെ കിന്നെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ വിളിക്കുന്നതിനോടൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ലെന്ന് പോഷേ. ശരി, ഓക്കെ എന്നുള്ള രീതിക്ക് കിന്നെ നിൽക്കുന്നുണ്ടെങ്കിലും അവൻ അതത്ര സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുന്നേ ഇല്ല. വേഗാസ് ഫോണിൽ നോക്കി പീറ്റിന്റെ അടുത്ത് കണ്ടോ, അവൻ പെർമിഷൻ തന്നു. മണ്ടൻ. പീറ്റിന്റെ ഫോൺ എടുത്തോണ്ട് വന്ന് അതില് മുത്തശ്ശീന്റെ കോണ്ടാക്ട് എടുത്ത് കാണിച്ചു കൊടുക്കാണ്. എനിക്ക് മുത്തശ്ശീനെ ഭയങ്കര ഇഷ്ടമാണല്ലേന്ന്. അഥവാ മുത്തശ്ശീനെ വല്ലവും എന്ന് പറഞ്ഞ വേഗാസ് തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശീനെ വെറുതെ വിട്ടേക്കെന്ന് പീറ്റ്. നിന്റെ മുത്തശ്ശി കാണാണ്ടായെന്ന് വെച്ചോ, മെയിൻ ഫാമിലി അന്വേഷിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നേ, ടൈം വേസ്റ്റ് ആണ്. അങ്ങനെയല്ലേ അവര് ചിന്തിക്കൂ എന്നൊക്കെ വേഗാസ് പറയുന്നുണ്ട്. ഞാൻ ഗിവപ്പ് ചെയ്തു എന്ന് പീറ്റ് മുത്തശ്ശിനൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വേഗാസ് മുത്തശ്ശിനെ വിളിക്കാണ്. ഹലോ മുത്തശ്ശി, ഞങ്ങൾക്ക് മെയിൻ ഫാമിലിയിൽ നിന്ന് കുറച്ച് ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു ട്രിപ്പിന് പോകാന്നാ വിചാരിക്കുന്നത്, മുത്തശ്ശി സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. ഭയങ്കര സ്നേഹത്തില് പീറ്റിന്റെ ഫ്രണ്ടാണെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പീറ്റിന്റെ അടുത്ത് തന്നെ സംസാരിക്കുകയെന്ന് പറഞ്ഞ് പീറ്റിന്റെ ചെവിയിലേക്ക് ഫോൺ വെക്കുന്നുണ്ട്. പാവാ കൊച്ചാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ഇവൻ സംസാരിക്കുമ്പോഴേക്കും കരയുമായിരുന്നു. അതൊക്കെ അടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി, എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് പോയിട്ട് വരാം, പെട്ടെന്ന് തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും വേഗാസ് ആണെങ്കിൽ ഫോൺ മേടിച്ച് ശരി മുത്തശ്ശി, താങ്ക് യു എന്ന് പറഞ്ഞ് മുത്തശ്ശി പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മെയിൻ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പീറ്റ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ വെക്കേഷന്റെ ടൈമിൽ ഇവനിങ്ങനെ ട്രിപ്പിനൊക്കെ പോയി എന്ന് പറയുമ്പം അവരെന്തെങ്കിലും വഴക്കുറയോന്ന് അവനെ പേടിയാണെന്ന് പറയാണ്. ശരി, ഓക്കെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ കോളും കട്ട് ചെയ്യുന്നു. പീറ്റിനാണെങ്കിൽ ആകെപ്പാടെ പ്രാന്ത് പിടിച്ച് അല്ലറി വിളിക്കുന്നുണ്ട്. നിനക്ക് മതിയായോ, ഹാപ്പി ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനിതൊക്കെ തുടങ്ങിയതേ ഉള്ളൂ എന്ന് വേഗാസ്. എണീറ്റ് പീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് സേഫ് ഹൗസിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല, അപ്പോൾ ഒരു പെറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അതും നല്ല ഗുഡ് ബോയ് ആയിട്ടുള്ള ഒരു പെറ്റ് എന്ന് പറഞ്ഞിട്ട് പീറ്റിന്റെ മുഖത്തും തലയിലൊക്കെ ആയിട്ട് കൈയൊക്കെ വെക്കുന്നുണ്ട്. അതൊന്നും തീരെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അവിടുന്ന് കെട്ടഴിക്കുന്നുണ്ട്. ഇവിടെ കിന്ന് ഒരു സമാധാനവും കിട്ടാത്തതുകൊണ്ട് മുത്തശ്ശിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പീറ്റ് എവിടെയാണെന്ന്. അവിടെ ഉണ്ടെന്ന് പറയുമ്പം ഓക്കെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് മുന്നേ വിളിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അവൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോഷ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവൻ റെസ്റ്റ് എടുക്കട്ടെ, ഭയങ്കര ടയേർഡായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. എന്നാലും നമ്മുടെ കിന്നിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങ് വരുന്നില്ല. പീറ്റ് സാധാരണയായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സമാധാനക്കേടോടെയാണ് അവിടെ നിൽക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കിന്ന് വീട്ടിലൊരു മീറ്റിംഗ് വിളിക്കുന്നതാണ്. എന്തിനാണാ നീ ഇപ്പൊ അർജന്റായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞ് തനിക്കൊരു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോഷനെ കുറിച്ച് പറയാനാണ്. അവൻ റിസൈൻ ചെയ്യണമെന്നാ പറയുന്നേന്ന് കിന്ന് പറയുന്നുണ്ട്. അതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇവിടേക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോക്ക് നടക്കുന്ന ഒരു കാര്യമല്ലെന്ന് അറിയത്തില്ലേന്ന് അച്ഛൻ. അവന്റെ അനിയൻ തീരെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ബോഡി കടാവുമ്പം ഒരുപാട് ഡേഞ്ചർ ആയിരിക്കല്ലോ, ഇപ്പം മരിക്കാന്നുള്ള പേടിയൊക്കെയാണെന്ന് കിന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴാണോ പെട്ടെന്നൊരു പേടിയൊക്കെ തോന്നിയെന്ന്
തൻകുൻ ഇനിയിപ്പോ അവൻ നമ്മളെ ചതിക്കാൻ തുടങ്ങിയോന്ന് അച്ഛൻ. അവൻ നിന്നെ ദേഷ്യം പിടിപ്പിച്ചോ? അവനെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ? അവനെ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതോ വേറെന്തെങ്കിലും ചെയ്തോ? അവനെ നാറുന്നുണ്ടോ? പിന്നെ ശരിക്കും എന്താ പ്രശ്നം? ഇങ്ങനെ അച്ഛനും തൻകുനാണെങ്കിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നല്ല സംഭവം, എനിക്ക് പോഷനെ ഇഷ്ടമാണെന്ന് കിന്ന്. ഇത് കേട്ടിട്ട് തൻകുനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. ആ ശരിക്കും, ഓ പോഷേ ഭയങ്കര ക്യൂട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അവിടെ കിടന്ന് തൻകുനാണ് ഭയങ്കരമായിട്ട് അങ്ങനെ ഷൈ ആവുന്നത്. കിന്നും ഷൈ ആവുന്നുണ്ട്. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അടുത്ത സീനില് പോഷെ കിന്നും കിന്നിന്റെ അച്ഛനും തൻകുനൊക്കെ ഉള്ള റൂമിലേക്കാണ് വരുന്നത്. അവിടെ നമ്മുടെ ഹെഡ് ബോഡി ഗാർഡും ഉണ്ട്. പോഷ അകത്തേക്ക് വന്നതും നമ്മുടെ ബോഡി ഗാർഡ്സ് ഒക്കെ കൂടെ ആണെങ്കിൽ വാതിലിന്റെ അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നടക്കാന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ അച്ഛനാണെങ്കിൽ കിന്നിനെ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് പോഷെ അവിടെയുള്ള എല്ലാവരും ഒന്ന് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ തൻകുനാണെങ്കിൽ നിനക്കോ എങ്ങനെ അവൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാരും ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ചെറിയൊരു പേടിയോടെ തന്നെ അതേന്ന് പോഷെ. ഇത് കേട്ടത് നമ്മുടെ ബോഡി ഗാർഡ് പയ്യന്മാരൊക്കെയാണെങ്കിലോ ഭയങ്കര സന്തോഷത്തില് തുള്ളിച്ചാടി നേരെ അകത്തേക്ക് വരാൻ വന്നു പോകുന്നുണ്ട്. പിന്നെ അവരുടെ നോട്ടം കാണുമ്പോൾ നേരെ റിവേഴ്സ് അടിച്ച് പോകുന്നു. അച്ഛനാണെങ്കിൽ കുറച്ച് കടുപ്പത്തില് ബോഡി ഗാർഡും ബോസും തമ്മിലുള്ള പ്രണയം അത് റൂളിനെതിരാണെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി നീ കിന്നിന്റെ ബോഡി ഗാർഡ് ആയിട്ടിരിക്കേണ്ടെന്ന് അച്ഛൻ. ഇത് കേട്ടിട്ട് പോഷയാണെങ്കിൽ ഒരുമാതിരി അവിടെ ഇരിക്കുമ്പം അച്ഛൻ പറയാണ്, നീ നിന്റെ അനിയനും കൂടെ ഇവിടെ വന്ന് താമസിച്ചോ കിന്നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് എന്ന്. ഇത് കേട്ടിട്ട് കിന്നിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. പോഷയാണെങ്കിൽ അന്തവും കുന്തവും തിരിയാണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതും വെള്ളത്തിന് ചുറ്റുമുള്ള ഒരു പ്ലേസ്. നല്ലൊരു വീട് അവിടെ ഉണ്ട്. അവിടെയാണ് വേഗാസും പീറ്റും ഉള്ളത്. വേഗാസ് അവന്റെ പെറ്റിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ്. എന്റെ മറ്റേ പെറ്റിന് ഫുഡ് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം അവിടെ നമ്മുടെ പീറ്റിനെ കൈയൊക്കെ ചങ്ങല വെച്ച് കെട്ടിയിട്ട് കൈ പൊക്കി അവിടെ കെട്ടി നിർത്തിയേക്കുവാണ്. അത് ലൂസാക്കി വിടുമ്പം പീറ്റർ താഴെ വീഴുന്നുണ്ട്. ബാ വന്നിരുന്ന് കഴിക്കുന്നു വേഗാസ്. പീറ്റർ അത് വേണ്ടാന്നുള്ള രീതിക്ക് തട്ടി മാറ്റുവാണ്. നീ ഇപ്പൊ എന്താ ചെയ്തേന്നറിയോ? ഫുഡ് വേസ്റ്റ് ആക്കിയതാണ്, നിന്റെ അടുത്ത് തിന്നാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പീച്ചിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ആ ഫുഡിലേക്ക് മുഖം മുക്കുവാണ്. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് പിന്നെയും മുക്കുന്നു. പിന്നെ എണീപ്പിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം പീറ്റർ വേഗാസിന്റെ മുഖത്തെ തന്നെ തുപ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണക്കിലെ ദേഷ്യം വന്നിട്ട് പിന്നെയും മുക്കുന്നു. നല്ല പെറ്റ്സ് ഓണേഴ്സ് പറയുന്നത് കേൾക്കണം, നീ ഇത് തിന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവിടെ നമ്മുടെ പോഷയാണെങ്കിൽ പോവാണല്ലോ. അപ്പൊ അതിനു മുന്നേ അവൻ തന്നെ ഒരു ബോഡി ഗാർഡിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ബോഡി ഗാർഡിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെ കിന്നിന് പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഒരു എക്സ് ബോക്സിംഗ് ചാമ്പ്യൻ ഉണ്ട്, എക്സ് കൊമാൻഡോ ഉണ്ട്, ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ളൊരു എക്സ് അസാസിൻ ഉണ്ട്, ഭയങ്കര വലിയ ഒരു ചാമ്പ്യൻ ആയിട്ടുള്ള ബോഡി ബിൽഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊന്നും നടപടിയാവുന്ന കേസല്ല. ഇവരത്ര പാടൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോഷ നിൽക്കുന്നുണ്ടെങ്കിലും കിന്നവർന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ അവിടെയുള്ള ഒരു അങ്കിളിനാണെങ്കിൽ, അതായത് പോഷ കൊണ്ടുപോകുന്ന ഒരു അങ്കിളിനാണെങ്കിൽ മേലങ്ങ് ഉളുക്കി പിടിക്കുകയാണ്. അങ്ങേരെ എടുത്തിട്ട് അവിടെ പോകുന്നുണ്ട്. ഇവിടെ കിമ്മ പോഷന്റെ അച്ഛൻ്റെ അമ്മേന്റെ ആ ഒരു കേസിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഇവിടെ പോഷയും പോർച്ചയും തമ്മിൽ സംസാരിക്കുകയാണ്. പോർച്ചയ്ക്കാണെങ്കിൽ ആകെപ്പാടെയുള്ള പേടി എന്ന് പറയുന്നത് ഇവനിങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള ഓരോ കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളതാണ്. അവർക്ക് പരസ്പരം അവരെ മാത്രമേ ഉള്ളൂ. പോഷയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പോർച്ച എന്ത് ചെയ്യുന്നുള്ളതാണ് അവന്റെ വിഷമം. രണ്ടുപേർക്കും അത്രത്തോളം ഇഷ്ടം പരസ്പരം ഉണ്ടല്ലോ. ഞാൻ എവിടെയും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോഷയെ ഭയങ്കരമായിട്ട് പോർച്ച എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് പീറ്റിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ചെയിൻ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒച്ച കേട്ടിട്ട് അങ്ങോട്ടേക്ക് വേഗാസ് വരുന്നുണ്ട്. വന്നിട്ട് അവന്റെ പെറ്റിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ടൈം കിട്ടുമ്പം അവനെ ഉണ്ടല്ലോ കുറച്ച് മര്യാദ പഠിപ്പിക്കുക, എങ്ങനെയാ നല്ലൊരു പെറ്റായിട്ടിരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റിനാണെങ്കിൽ സംശയം, ഇതിപ്പോ എന്റെ അടുത്താണോ സംസാരിക്കുന്നത് അതിന്റെ അടുത്താണോ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പം വേഗാസ് ഒന്ന് നോക്കുമ്പം അപ്പോഴും പീറ്റ് കഴിച്ചിട്ടില്ല. നീ എന്താ കഴിക്കാത്തേന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടെന്ന് പീറ്റ്. മര്യാദയ്ക്ക് തിന്നുന്ന് വേഗാസ്. എനിക്ക് വിശക്കുന്നില്ലെന്ന് പീറ്റ്. നിനക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ ചൂസ് ചെയ്യല്ല, എനിക്ക് വേണ്ടെന്ന് പീറ്റ്. വേഗാസിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ആ ഒരു ചെയിനിൽ പിടിച്ച് പീറ്റിനെ എണീപ്പിച്ചിരുത്തുന്നുണ്ട്. നിനക്ക് കുറച്ച് അടീൻ്റെ കുറവുണ്ട്, നന്നായിട്ട് നിനക്ക് വേദനിക്കണമെന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് ഊരിയിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അടിച്ചിട്ട് പീറ്റിന്റെ മേത്ത് മൊത്തം മുറിവാണുള്ളത്. നിന്റെ അടുത്ത് ഫണ്ണില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. വേഗാസ് അവന്റെ ബെൽറ്റ് അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന പീറ്റ് കഷ്ടപ്പെട്ട് ആ ഒരു ബെൽറ്റ് എടുത്ത് ആ ഒരു ചെയിൻ അഴിക്കുന്നുണ്ട്. അങ്ങനെ കൈ വിടിവിപ്പിച്ച് കഷ്ടപ്പെട്ട് വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് നിന്റെ മണ്ടൻ പ്ലാനിനെ കുറിച്ച് ഞാൻ അറിയില്ലെന്നാണ് വിചാരിച്ചത് എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വേഗാസ് വരുവാണ്. പീറ്റ് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. വേഗാസ് ആണെങ്കിൽ പുറകില് പതിയെ സംസാരിച്ച് തന്നെ വരുന്നുണ്ട്. പീറ്റ് ആണെങ്കിൽ പോകുമ്പം
മൊത്തത്തില് വെള്ളാണുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് അവന് പോകാൻ പറ്റത്തില്ല. എന്നാൽ പോലും വേഗാസിന്റെ കയ്യിൽ പെടണ്ടെന്ന് വിചാരിച്ച് ചാടാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും വേഗാസ് ഷോക്ക് അടിപ്പിച്ച് അവനെ മയക്കുവാണ്. നൈറ്റ് പോഷെ കിന്നിന്റെ മുടി ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കാണ്. ആ സമയത്ത് പോഷെ പറയുന്നുണ്ട് അവൻ ആദ്യമായിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു സീക്രട്ട് ഇല്ലാതെ എല്ലാവരുടെയും അറിവോടുകൂടി തന്നെ ഒരു ഫ്രീഡത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പോഷനെ കെട്ടിപ്പിടിച്ച് കിന്ന പറയുന്നുണ്ട് പണ്ട് ചെറുപ്പത്തില് അവന്റെ അമ്മയും ഇതേപോലെ മുടി ഉണക്കി തരുമായിരുന്നു എന്ന്. അങ്ങനെ പയ്യന്മാരോട് ഭയങ്കര സ്നേഹത്തിലേക്കാണ്. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും കൂടെ ഉറങ്ങുന്ന സമയത്ത് കിന്നിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒച്ചയെടുത്ത് രണ്ടിനെ എണീപ്പിക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഇന്നലെ നൈറ്റ് ഭയങ്കര റഫായിരുന്നെന്ന് തോന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പോഷയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് വന്നിക്കുമ്പം നീ ഇതെങ്ങോട്ടാ പോകുന്നത്, നമ്മളിപ്പോ കപ്പിളാണെന്ന് പറഞ്ഞ് കിന്ന്. എന്നാ പിന്നെ നമുക്കിതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാന്ന് ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാവരും കൂടെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചൊരു ബാറിൽ നിൽക്കുവാണ്. പോഷ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ലേഡീന്റെ ബാറിൽ തന്നെയാണ് ഉള്ളത്. എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഭയങ്കര സന്തോഷത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലേഡി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്റെ ബേബിനെ ഇഷ്ടമാണോ എന്ന്. ഇത് കേട്ടിട്ട് കിന്നിനാണെങ്കിലോ ഭയങ്കര ഷൈ ആയിട്ട് ഫീൽ ചെയ്യാണ്. ഇത് കണ്ടിട്ടാണെങ്കിലോ ഫ്രണ്ട്സും അവിടെയുള്ള എല്ലാവരും ആണെങ്കിലോ ഭയങ്കരമായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കിന്ന് പറയുന്നുണ്ട് അതെ എനിക്ക് ഇഷ്ടമാണെന്ന്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ലേഡി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അത് കഴിയുമ്പം പോഷെ എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എങ്ങോട്ടാ പോന്നേന്ന് കിന്ന് എന്താ പറയണോന്ന് പോഷെ ഇല്ലില്ല എന്ന് പറഞ്ഞ് കിന്ന് നിൽക്കുമ്പം ഞാൻ ബാത്റൂം പോയിടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഈ സമയത്ത് കിന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സാറ്റർഡേ പോഷന്റെ ബർത്ത്ഡേ ആണ്, അന്ന് എന്താ ഗിഫ്റ്റ് കൊടുക്ക, എനിക്കൊരു പിടുത്തമില്ലെന്ന്. അവന്മാരാണെങ്കിൽ ആദ്യം കിന്നിനെ നന്നായിട്ടിട്ടൊന്ന് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിനക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ഫ്രണ്ട് സെറ്റ് എന്ന് പറഞ്ഞ് കിന്ന്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വേഗാസ് ഒരു ബുക്ക് അയച്ചുകൊണ്ടിരിക്കാണ്. അപ്പോഴാണ് അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നത് ഒരു അക്ഷരം മിണ്ടാണ്ട് ചള്ളക്ക് എന്നെ ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുവാണ്. നീ നോക്കിക്കൊണ്ടിരുന്ന സ്വർണ്ണകനി ഇപ്പൊ മൊത്തത്തില് അവതാളത്തിലായിരിക്കുകയാണെന്ന് അച്ഛൻ. അതിപ്പോ ഈ ഒരു സിറ്റുവേഷനൊക്കെ കൊണ്ടായിരിക്കുന്ന വേഗാസ് പറയുമ്പം അതിനെല്ലാം കാരണം നീയാണ്, നിന്റെ മണ്ടം പ്രവർത്തികളാണ്. അല്ല തന്നെ നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ഒരിക്കലും നിനക്ക് നിന്നെ ബീറ്റ് ചെയ്യാനേ പറ്റത്തില്ല. നീ ഒരു ദുരന്തമാണ്. നീ ആയാലും നിന്റെ അനിയനായാലും ഒരിക്കലും എന്റെ മക്കളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർത്തല്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോവാണ്. അച്ഛൻ അടിച്ചപ്പോ തന്നെ വേഗാസ് ആണെങ്കിലോ ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് നിന്നത്. പോരാത്തിന് ഇത്രയും വർത്താനവും കൂടെ പറഞ്ഞു പോയപ്പോഴേക്കും അവനാണെങ്കിലോ ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത്. വേഗാസ് പീറ്റുള്ള റൂമിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിഷമത്തിലാണുള്ളത്. സാധനങ്ങളൊക്കെ തട്ടിയെറിഞ്ഞ് ആകപ്പെടെ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ അത്രയും ഒച്ച ഉണ്ടാക്കിയിട്ടും പീറ്റർ മൈൻഡ് ആക്കാണ്ടിരിക്കുവാണ്. നീ ഉറങ്ങുന്നല്ല അഭിനയിക്കുന്ന വേണ്ട, എണീക്ക്, എന്നെ നോക്കി ചിരിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും പീറ്റർ മൈൻഡ് ആക്കുന്നില്ല. വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞ് വന്ന് വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും അവന് ബോധമില്ലെന്ന്. കുറെ പ്രാവശ്യം വിളിക്കുന്നുണ്ട് എന്നിട്ടൊന്നും പീറ്റർ എണീക്കുന്നില്ലെന്ന്. പീറ്റ് ഇങ്ങനെ എണീക്കാത്ത കണ്ടിട്ട് വേഗസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തൻകുനും നമ്മുടെ കണ്ണാടിയും മറ്റേ പൊടികാടും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പോർച്ച വരുന്നത്. പോർച്ചനെ കണ്ടതും നീ പോർച്ചന്റെ അനിയനല്ലേ എന്ന് തൻകുൻ. അതേന്ന് പറയുമ്പം എന്റെ പേര് തൻകുൻ എന്ന് പറഞ്ഞൊരു 3 വലിയ പേര് പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൈ നീട്ടുന്ന സമയത്ത് നമ്മുടെ കൊച്ചാണെങ്കിൽ ഒരു നമസ്തേ വെച്ച് വണങ്ങിയിട്ട് അവന്റെയും 3 പേര് കുറച്ച് വലുതായിട്ടുള്ളതങ്ങ് പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ എന്നും പറഞ്ഞ് അവിടെ പോയിരുന്ന് നീ പോഷനെ പോലെ ഒന്നല്ല, നല്ല പൊളൈറ്റ് ആണ്. അല്ല അതൊക്കെ പോട്ടെ, നീ സീരിയസ് ആണോ എന്ന് തൻകുൻ. ആ ഇടയ്ക്കൊക്കെ കാണുന്നത് നമ്മുടെ ചെക്കൻ പറയുമ്പം അങ്ങനെയാണോ, ശരി ഇത് കണ്ടിട്ടുണ്ടോ നോക്കുന്ന് പറഞ്ഞ് ഫോണിലൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഉണ്ട് എന്ന് പോഷേ. ഓ അങ്ങനെയാണെങ്കിൽ ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് മരിക്കുമോന്ന് തൻകുൻ ചോദിക്കാണ്. പ്രൊട്ടഗോണിസ്റ്റോ? ഇല്ലല്ലോ, അതിലെ ബാഡ് ഗൈ അല്ലേ മരിക്കുന്നത് എന്ന് പോർച്ചേ. ഓ അപ്പൊ നീ ശരിക്കും സീരീസ് കണ്ടിട്ടുണ്ട്. നമ്മള് സെറ്റ്. അല്ല നീ എന്തിനാ നെർവസ് ആയിട്ടിരിക്കുന്നത്? ഇവിടെ തൻകുന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ചില്ലാണ്. നിനക്കറിയോ എന്റെ 2 ബ്രദേഴ്സിനെ ഞാൻ തന്നെയാ നോക്കിയത്. പയ്യന്മാർ രണ്ടുപേരും നല്ല കുട്ടികളായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. ഇനി ഞാൻ നിന്നെയാണ് വളർത്താൻ പോകുന്നത് എന്ന് തൻകുൻ. ആ അതൊക്കെ നിക്കട്ടെ, നിങ്ങൾക്ക് 2 ബ്രദറൊക്കെ ഉണ്ടോ? കിന്നു മാത്രല്ലേ ഉള്ളൂന്ന് പോർച്ച ചോദിക്കുന്നേന്. എന്തോ നീ പറയുന്നത്? എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ നിനക്കത് അറിയത്തില്ലായിരുന്നോ? നീ ഓൾറെഡി അവനെ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടായിരുന്നു. അതില് കിന്നിന്റെ അച്ഛൻ, പിന്നെ തൻകുൻ, കിമ്മ്, ഇത്രയും പേരാണ് ഉള്ളത്. അപ്പൊ കിമ്മിനെ കണ്ടിട്ട് ഇത് എന്ന് പറഞ്ഞ് പോഷെ ചോദിക്കുമ്പോഴേക്കും അഫ്കോഴ്സ് ഇതാണ് എന്റെ അനിയൻ എന്ന് പറഞ്ഞ് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാണ്. നിന്നെ വെയർ ഹൗസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഓൻ വന്നായിരുന്നു, നീ കണ്ടില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കാണ്. വേറെ ഹൗസിൽ നിന്നോ എന്നെ രക്ഷിക്കാനോ എന്ന് നമ്മുടെ കൊച്ചിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ആ എന്നായിരുന്നു, ഭയങ്കര നോസിയാണ്. പിന്നെ അവൻ ആ സ്വഭാവം എൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയത്.
അവൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നൊന്നുമില്ല, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് തനിക്കിന് അവിടെ ഇരുന്ന് വാതോരാതെ കിമ്മിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പോർച്ചയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ആകെപ്പെടെ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ വേഗാസ് പീറ്റിന്റെ ശരീരത്തെ മൊത്തം ബാൻഡേഡ് ഒട്ടിച്ചുകൊണ്ടിരിക്കാണ്. അതും വളരെ നോക്കി സോഫ്റ്റ് ആയിട്ടാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് പീറ്റ് എണീക്കുന്നുണ്ട്. വേഗാസ് മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടെന്ന് പീറ്റ്, കഴിക്ക്, നിന്റെ മുറിവൊക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേഗാസ്. എന്നാലും കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പീറ്റ് നിൽക്കുന്നത്. എന്നാ പിന്നെ അങ്ങ് ചാവാൻ വിട്ടേക്കെന്ന് പറഞ്ഞു. ഇതില് വിഷം ഉണ്ടെന്നല്ലേ നിന്റെ സംശയം? അതും പറഞ്ഞ വേഗാസ് ആ ഒരു മരുന്ന് നേരെ അവന്റെ വായിലേക്ക് ഇടുന്നു. അങ്ങനെ പീറ്റിനെ കുറച്ചേരം നോക്കി നിന്നിട്ട് നേരെ പീറ്റിനെ അങ്ങ് കിസ് ചെയ്ത് ആ മരുന്ന് അവന്റെ വായിലേക്ക് ആക്കുവാണ്. അങ്ങനെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കിസ് കഴിഞ്ഞിട്ട് നമ്മുടെ പീറ്റാണെങ്കിൽ ആകെപ്പെടാൻ അന്തം വിട്ടാണ് നിൽക്കുന്നത്. പീറ്റിനെ വെള്ളമൊക്കെ കൊടുത്ത് വേഗാസ് കട്ടിലിന്റെ താഴെപ്പോയിരുന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഇരിക്കുകയാണ്. ഈ സമയത്ത് പീറ്റ് ചോദിക്കുന്നുണ്ട്, എന്നെ അങ്ങ് ചാവാൻ വിട്ടാ പോരായിരുന്നു എന്ന്. അത് ഭയങ്കര എളുപ്പമായി പോകത്തില്ലേ? ഞാൻ സാറ്റിസ്ഫൈ ആവുന്നവരെയും നീ സഫർ ചെയ്യണമെന്ന് വേഗാസ്. ഇത് കേട്ടിട്ട് പീറ്റ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന്. അച്ഛൻ ഇപ്പോഴാണ് പോയത്, എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ കിന്നനെക്കാട്ടും മുന്നിലേക്ക് എത്തുന്നേ ഇല്ല. അതെനിക്ക് വേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തില് വേഗാസ് പറയുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് പീറ്റ്, നിനക്ക് അറിയത്തില്ല. എല്ലാവർക്കും തന്നെ മൈനർ ഫാമിലിയിലെ വേഗാസ് എന്നാണ് അറിയുന്നത്, എപ്പോഴും മെയിൻ ഫാമിലിന്റെ കീഴായിട്ട്. എല്ലാ മനുഷ്യർക്കും ഒരു ബാഡും ഗുഡും ആയിട്ടുള്ള സൈഡ് ഉണ്ടാവുമെന്ന് പീറ്റ്. അത് നീ ലോകത്തിന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള സൈഡ് മാത്രം കാണുന്നോണ്ടാണെന്ന് വേഗാസ്. ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ എന്നെ ഫോഴ്സ് ചെയ്ത് ബോക്സിങ്ങിന് വിടായിരുന്നു. തോറ്റാല് ഒരുപാടിട്ട് അടിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ജയിച്ചു എന്ന് പീറ്റ്. എന്നിട്ട് അടി നിർത്തിയോന്ന് വേഗാസ്. ഇല്ല, എന്നിട്ട് എന്നെ അടിച്ചു, ഒരുപാട് അടിച്ചു. എനിക്ക് മനസ്സിലായില്ല, പക്ഷെ പിന്നീട് മനസ്സിലായി അച്ഛൻ പണ്ട് ഒരു ബോക്സറായിരുന്നു എന്ന്. ഒരിക്കലും അച്ഛനെ കൊണ്ട് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് ജയിക്കാൻ പറ്റാത്തതാണ് എന്റെ മേലെ തീർത്തോണ്ടിരുന്നത്. എന്റെ അച്ഛനും ജയിക്കാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണോ പറയുന്നത് എന്ന് വേഗാസ്. ഒരിക്കലും കിന്നിന്റെ അച്ഛനെ നിന്റെ അച്ഛനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പീറ്റ് പറയുമ്പം വേഗാസിനും സംഭവം ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നോസ് എന്നും പറഞ്ഞ് അടിയിരിക്കുകയാണ്. അടുത്ത സീനില് കിമ്മ പുറത്തേക്ക് വരികയാണ്. പോർച്ചോടെ നിൽക്കുന്നുണ്ട്. മെൻ ഫാമിലിന്റെ ഇളയ മകനാണല്ലേ എന്ന് ചോദിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഒത്തുപോകാൻ തുടങ്ങിയോന്ന് കിമ്മ്. അപ്പൊ ഞാൻ പോർഷ്യന്റെ അനിയനാണെന്ന് നേരത്തെ തന്നെ അറിയായിരുന്നല്ലേ എന്ന് പോർച്ച ഭയങ്കര വിഷമത്തില് ചോദിക്കുന്ന സമയത്ത് അറിയായിരുന്നു, അല്ലായിരുന്നെങ്കില് ഞാൻ നിന്നെ എന്തിനാ വെറുതെ പഠിപ്പിക്കാനൊക്കെ വന്നത് എന്ന് കിമ്മ്. പോർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. കിമ്മാണെങ്കില് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കില് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. പോർഷ്യന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഒരേ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം കേട്ടിട്ട് കിമ്മിനും ഉള്ളിക്കൊള്ളുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് നിൽക്കുന്നത്. എന്നാലും പോർഷ്യന്റെ കൈ തട്ടി മാറ്റിയിട്ട് സോറിയും പറഞ്ഞ് അവിടുന്ന് പോവാണ്. പോർച്ചയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ചങ്കു കൊട്ടി കിടന്ന് കരയുന്നുണ്ട്. ഇവിടെ നമ്മുടെ കിന്നും പോർച്ചയാണെങ്കിൽ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കിയല്ലോ. അച്ഛൻ്റെ അടക്കം സമ്മതം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് നോക്കാനുള്ള എന്നുള്ള രീതിക്ക് അവിടെ ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സ്ഥലമൊക്കെ ചുറ്റി കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീറ്റിന്റെ അടുത്തേക്ക് വേഗാസ് വരുന്നുണ്ട്. പീറ്റും എണീറ്റിരിക്കുന്നുണ്ട്. അവൻ ശ്രദ്ധിക്കുന്നുണ്ട് വേഗാസിന്റെ മുഖത്ത് അടി കിട്ടിയ പാടുള്ളത്. പിന്നെ അച്ഛൻ വന്നു എന്ന് ചോദിക്കുന്നു. വീണ്ടും അങ്ങനെ ചെയ്തോന്ന്. അതേ വന്നിരുന്നു എന്ന് വേഗാസ്. വേദനയുണ്ടോന്ന് പീറ്റ്. ഉണ്ട്, പക്ഷെ മുന്നത്തെ അത്ര ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലെന്ന് വേഗാസ്. അത് നന്നായിന്ന് പറഞ്ഞ് പീറ്റ് നിൽക്കുന്ന സമയത്താണ് വേഗാസ് ശ്രദ്ധിക്കുന്നത് പീറ്റ് ഫുഡ് കഴിച്ചിട്ടില്ലെന്ന്. നീ ഇതുവരെ കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ആ ഫുഡിലേക്കൊന്ന് നോക്കിയിട്ട് നീ അത് കുറെ മുന്നേ ഉണ്ടാക്കി വെച്ചാണോ, ഫ്രഷ് ആയിട്ട് തോന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വേഗാസ് കുറച്ചേരം പീറ്റിനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പീറ്റിനെ കൊണ്ടു കൊടുക്കുന്നതാണ്. അത് നല്ല ചൂടുള്ള നൂഡിൽസ്. ആദ്യമൊക്കെ കൊള്ളാത്ത ഫുഡായിരുന്നു കൊണ്ടു കൊടുത്തത്. ഇപ്പൊ നൂഡിൽസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ കുറിച്ചാണെങ്കിൽ ഭയങ്കര ഹാപ്പി. ഇത് എനിക്കാണോ എന്ന് ചോദിക്കുകയാണ്. നീ ഇത് തിന്നുന്നുണ്ടോ ഇല്ലേന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ അത് മേടിച്ച് തിന്നുന്നുണ്ട്. വേഗാസ് അവിടെ ഇരുന്ന് ബുക്ക് വായിക്കാണ്. പീറ്റാണെങ്കിൽ കുറച്ച് തിന്ന് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് ഇനിയിപ്പോ ഇതിലെ വല്ല പോയിസൺ ഉണ്ടെങ്കിലോ എന്ന്. ഒരു മണ്ടനപ്പളെ ചാവാൻ പാടില്ലെന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് ഗാർഗിൾ ചെയ്ത് നേരെ നോക്കുന്നതാണെങ്കിൽ വേഗാസ് ആണെങ്കിൽ ഓൾറെഡി പീറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോയിസൺ അല്ല, തേങ്ങയാണ് നോക്കുന്ന പറഞ്ഞ് തിന്ന് കാണിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് തിന്നുന്ന് വേഗാസ്. ഒന്നില്ലെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും കൊല്ലണമെങ്കിലുള്ള എനർജിയെങ്കിലും വേണ്ടേന്ന് പറഞ്ഞ് പിന്നെയും ബുക്ക് വായിക്കാണ്. നമ്മുടെ കൊച്ചാണെങ്കിൽ ഭയങ്കര ആവേശത്തിൽ അതിർത്ത് തിന്നുന്നുണ്ട്. ചൂടുള്ള നൂഡിൽസ് ആണ്, എന്നിട്ട് പോലും ഭയങ്കര ആവേശത്തിലാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വേഗാസ് ശ്രദ്ധിക്കുന്നുണ്ട്. ആള് ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ കിന്നും പോഷയും ആകാശ സഞ്ചാരമൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്.
ആ സമയത്ത് കിന്നാണെങ്കിൽ ഒരുമാതിരിയാണ് നടക്കുന്നത്, ഒരുമാതിരി ഇങ്ങനെ തത്തി തത്തി. ഇത് കണ്ടിട്ട് പോഷൻ ചോദിക്കുമ്പം വണ്ടിന്റെ ഉള്ളിൽ നിന്ന് നടന്ന കാര്യങ്ങളാണ് കിന്ന ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കിമ്മ് ഒരാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു എക്സ് പോലീസ് ഓഫീസറാണ്. ഇയാളാണ് പോഷേന്റെ അച്ഛനും അമ്മയും മരിച്ച ആ ഒരു കേസ് നോക്കിയത്. പക്ഷെ പല ഡീറ്റെയിൽസും മിസ്സിംഗ് ആണ്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പക്ഷെ അവിടെ അടുത്ത് നിൽക്കുന്ന മങ്കു പറയുന്നു, കുറെ കാലം മുന്നേ തന്നെ ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് വന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. അത് പറഞ്ഞിട്ട് പോവാണ്. നിങ്ങൾക്ക് അൽഷിമേഴ്സ് ആണെങ്കിൽ സാരമില്ല, പക്ഷെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്നെങ്കിലും അറിയൂന്ന് ചോദിക്കുകയാണ്. അറിയില്ലെന്ന് പോലീസ് ഓഫീസർ പറയുന്ന സമയത്ത് അറിയില്ലെന്നോ, ശരി ഓക്കെ, പക്ഷെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാ മാസവും ഈ പെണ്ണിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവളുടെ അച്ഛൻ അൽഷിമേഴ്സ് അഭിനയിക്കുന്നതിന്റെയാണ് അത് എന്നൊക്കെ പറഞ്ഞ് കിമ്മ പറയുന്ന സമയത്ത് നിനക്ക് എന്താ വേണ്ടേന്നുള്ള രീതിക്ക് പോലീസ് ഓഫീസർ നിൽക്കുന്നുണ്ട്. വേറൊന്നും വേണ്ട, ഈ ഒരു കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളയാൻ പറഞ്ഞ ആ ഒരു വ്യക്തി, ഇതിന്റെ പിന്നിലുള്ള ആ ഒരു വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് കിമ്മ്. മോളുടെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് അത് നിന്റെ അച്ഛനാണ് മിസ്റ്റർ കോൺ എന്ന്. ഇതും കേട്ട് ഷോക്കായി നിൽക്കുന്ന നമ്മുടെ കിമ്മിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.